പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ രസതന്ത്രത്തിലെ 2ാമത്തെ ചാപ്റ്ററായ പദാർത്ഥത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ അഥവാ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ശരിയല്ലേ? അതിലെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്താണ് മൂലകങ്ങളെന്നും, എന്താണ് സംയുക്തങ്ങളെന്നും, അല്ലെങ്കിൽ എന്താണ് എലമെൻസ് എന്നും, എന്താണ് കോമ്പൗണ്ട്സ് എന്നും അല്ലെങ്കിൽ സംയുക്തമെന്നും, എന്താണ് ശുദ്ധ പദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്നും പറഞ്ഞായിരുന്നു. ചില എലമെൻറ്റ്സ്, ചില കോമ്പൗണ്ട്സിൻ്റെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയെന്ന് പറഞ്ഞു. ഉദാഹരണമായിട്ട് പഞ്ചസാരയിൽ ആരൊക്കെയാണ് അടങ്ങിയിരിക്കുന്നു പറഞ്ഞായിരുന്നു. ഉദാഹരണമായിട്ട് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച. ലാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു എലമെൻസിൻ്റെ പ്രതീകം അല്ലെങ്കിൽ മൂലകങ്ങളുടെ സിംബൽസ് എങ്ങനെ, അല്ലെങ്കിൽ എലമെൻസിൻ്റെ സിംബൽസ് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞായിരുന്നു. ചില എലമെൻസിൻ്റെ സിംബൽസ് വരുന്നത് ചില നിറങ്ങൾ, കളേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു. സയൻറ്റിസ്റ്റുമാരുടെ പേരിൽ നിന്ന്, ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്ന് പറഞ്ഞു. പ്ലാനറ്റ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ പേരിൽ നിന്നാണ് പറഞ്ഞു, അല്ലേ? പിന്നെ ഇംഗ്ലീഷ്, അതുപോലെ പിന്നെ വേറെ നമ്മളെന്ത് പറഞ്ഞു, ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ കോണ്ടിനെൻസിൻ്റെ പേരിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ എലമെൻറ്റിൻ്റെയും പേര് വന്നത് പല രീതിയിലാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ സിംബൽസ്, എലമെൻസിൻ്റെ സിംബൽസ് വരുന്നത്, സിംബൽസ് എങ്ങനെയാണ് എടുത്തത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, രണ്ട് ഉദാഹരണമായിട്ട് ഓക്സിജൻ എന്ന എലമെന്റ് എടുക്കുന്നു. ഓക്സിജൻ അല്ലേ? ഓക്സിജന് നമുക്ക് ഓക്സിജന്റെ സിമ്പിൾ നമുക്കറിയാം, ഓ ആണെന്ന് അറിയാം. സിമ്പിൾ ഓ ആണ് ഓക്സിജന്റെ സിമ്പിൾ. എങ്ങനെ വന്നു ഓക്സിജന്റെ സിമ്പിൾ ഓ വരാൻ കാര്യം? ഓക്സിജന്റെ ഇംഗ്ലീഷ് വേർഡ്, നമ്മൾ ഓക്സിജനെ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുന്നോ അതിൽ നിന്നാണ് നമുക്ക് ഓക്സിജൻ ആ ഓ എന്ന സിമ്പിൾ കിട്ടിയത്. ഓക്സിജൻ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും? OXYGN, ഓക്സിജൻ എന്ന് നമ്മൾ ഇംഗ്ലീഷ് എഴുതും. അപ്പൊ ആ ഇംഗ്ലീഷ് വേർഡിലെ ആദ്യ അക്ഷരമാണ് ഓക്സിജന്റെ സിമ്പിൾ ആയിട്ട് ഓ വന്നത്. അടുത്തത് കാൽസ്യം എന്ന മൂലകം. കാൽസ്യത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ CALCIUM, കാൽസ്യം എന്ന് എഴുതും. കാൽസ്യം, ശരിയല്ലേ? അപ്പം ആ കാൽസ്യത്തിന്റെ സിമ്പിൾ CA ആണ്. CA എങ്ങനെ വന്നു? കാൽസ്യത്തിന്റെ ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് ആദ്യ 2 അക്ഷരം. ഓർക്കുക, ചില എലമെന്റ്സുകൾക്ക് അല്ലെങ്കിൽ ചില മൂലകങ്ങൾക്ക് ഒരു സിമ്പിൾ മാത്രമേ കാണത്തുള്ളൂ. ഉദാഹരണമായിട്ട് ഓക്സിജൻ, അതിൽ ഒറ്റ സിമ്പിൾ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ ചില എലമെന്റ്സുകൾക്ക് അല്ലെങ്കിൽ ചില മൂലകങ്ങൾക്ക് അതിന്റെ പ്രതീകം 2 അക്ഷരം കാണും, 2 അക്ഷരം ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ അക്ഷരം എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം, രണ്ടാമത്തെ അക്ഷരം എല്ലായ്പ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതാണ് നിയമം. ആദ്യത്തെ അക്ഷരം എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം, രണ്ടാമത്തെ അക്ഷരം എല്ലായ്പ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതാണ് അതിന്റെ നിയമം. ഓക്കെ, ഇവിടെ കാൽസ്യം എന്ന സിമ്പിൾ CA എന്ന്. കാരണം എന്താണ്? കാൽസ്യത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് CALCIUM, കാൽസ്യം. അതിന്റെ ആദ്യ അക്ഷരം CAയും. പക്ഷെ ഓർക്കുക, ആ രണ്ടാമത്തെ അക്ഷരം എല്ലായ്പ്പോഴും ഒരു എലമെന്റിന് 2 അല്ലെങ്കിൽ ഒരു മൂലകത്തിന് അതിന്റെ പ്രതീകത്തിൽ 2 അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യ അക്ഷരം എല്ലായ്പ്പോഴും ക്യാപിറ്റലും രണ്ടാമത്തെ അക്ഷരം എല്ലായ്പ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. ആ നിയമം മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് ഫോളോ ചെയ്യണം. ആ നിബന്ധനയാണ്. ഓക്കെ, അപ്പം ഇവിടെ അടുത്ത വേറെ ഉദാഹരണമായിട്ട് ക്ലോറിന്റെ സിമ്പിൾ വന്നത്. ക്ലോറിന്റെ സിമ്പിൾ വന്നത് എങ്ങനെയാണ്? ക്ലോറിന് ഇംഗ്ലീഷ് എങ്ങനെ എഴുതും? ക്ലോറിന് CHLRON, ക്ലോറിൻ. അതിന്റെ CL, അതായത് CL ആണ് ക്ലോറിന്റെ സിമ്പിൾ. എങ്ങനെ വന്നു? ക്ലോറിന്റെ ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ് Cയും Lയും എടുത്തത്. എല്ലായ്പ്പോഴും ആദ്യത്തെ 2 പദമല്ല എടുക്കുന്നത്, ചിലപ്പോൾ ഏതെങ്കിലും 2 അക്ഷരം എടുക്കും ക്ലോറിൻ. ഓക്കെ, അടുത്ത മഗ്നീഷ്യത്തിന്റെ നമുക്കറിയാം, മഗ്നീഷ്യം ഇങ്ങനെ എഴുതും, മഗ്നീഷ്യം അല്ലേ? മഗ്നീഷ്യം സിമ്പിൾ എന്താണ്? MG എന്ന് വെച്ചാൽ മഗ്നീഷ്യത്തിന്റെ ഇംഗ്ലീഷ് വേർഡിലെ 2 അക്ഷരമായ എമ്മും ജിയും എടുത്താണ് മഗ്നീഷ്യത്തിന്റെ സിമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്, MG, മഗ്നീഷ്യം. അടുത്ത അലൂമിനിയത്തിന് നമുക്കറിയാം, അലൂമിനിയം നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതും, അലൂമിനിയത്തിന്റെ സിമ്പിൾ AL ആണ്. അതായത് ആദ്യത്തെ 2 അക്ഷരങ്ങൾ ചേർത്ത്, എല്ലായ്പ്പോഴും ആദ്യ 2 അക്ഷരങ്ങളല്ല, പല രീതിയിൽ വരും. ചിലപ്പോൾ 1ാമത്തെയോ 3ാമത്തെയോ അങ്ങനെ കേസൊക്കെ വരും. ഓർക്കുക, 2 അക്ഷരം ഉണ്ടെങ്കിൽ വളരെ പാലിക്കേണ്ട നിയമം, ആദ്യ അക്ഷരം എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം, രണ്ടാമത്തെ അക്ഷരം എല്ലായ്പ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതാണ് നിയമം. അങ്ങനെ നമ്മളിപ്പം ഈ പറഞ്ഞതെല്ലാം എന്താണ്? എലമെന്റ്സിന്റെ അല്ലെങ്കിൽ മൂലകങ്ങളുടെ പ്രതീകം എടുത്തത് അതിന്റെ ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ്. ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, കാൽസ്യം, ക്ലോറിൻ, മഗ്നീഷ്യം, അലൂമിനിയം, വനേഡിയം, അങ്ങനെ കുറെ എലമെന്റുകളുണ്ട്. അതെല്ലാം എന്താണ്? അവയുടെ ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ്. അതിന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൽ നിന്നാണ് എടുത്തത്.
എന്നാൽ അടുത്ത ചില മൂലകങ്ങൾ നോക്കാം. ഉദാഹരണമായിട്ട് നോക്കാം, അടുത്ത ചില മൂലകങ്ങൾ നോക്കാം. ഉദാഹരണമായിട്ട് സോഡിയം. സോഡിയം മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് സോഡിയം എഴുതാം. സോഡിയം മലയാളത്തിൽ നമ്മൾ സോഡിയം എന്ന് എഴുതും. സോഡിയം, സോഡിയം എഴുതണ്ട, സോഡിയം. സോഡിയത്തിന്റെ സിമ്പൽ നമ്മൾ ഇതാണ്. സോഡിയത്തിന്റെ സിമ്പൽ Na. സോഡിയത്തിന്റെ സിമ്പൽ ഇംഗ്ലീഷ് വേർഡിൽ നിന്നല്ല, കാരണം ഇംഗ്ലീഷ് വേർഡിൽ യാതൊരു അക്ഷരവുമായിട്ട് ഒരു സാമ്യമില്ല. ആർക്ക്? സോഡിയം സാമ്യമില്ല. ഇംഗ്ലീഷ് പദത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡിൽ നിന്നല്ല സോഡിയത്തിന്റെ, ഇംഗ്ലീഷ് പദത്തിൽ നിന്നല്ല സോഡിയത്തിന്റെ പ്രതീകം എടുത്തിരിക്കുന്നത്. സോഡിയത്തിന്റെ പ്രതീകം എടുത്തത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലാറ്റിൻ വേർഡ്, ലാറ്റിൻ പദം. ഇംഗ്ലീഷ് പോലെ ഒരു ഭാഷയാണ് ലാറ്റിൻ വേർഡ്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്, അല്ലെങ്കിൽ ലാറ്റിൻ നമ്മുടെ മലയാളത്തെ പോലെയോ ഇംഗ്ലീഷ് പോലെ ഒരു ഭാഷയാണ് ലാറ്റിൻ ഭാഷ. ആ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എന്ത് സോഡിയത്തിന്റെ പ്രതീകമായ Na എടുത്തത്. സോഡിയത്തെ അല്ലെങ്കിൽ ലാറ്റിൻ നാമത്തിൽ സോഡിയത്തെ അറിയപ്പെടുന്ന പേരാണ് നാട്രിയം. നാട്രിയം അല്ലെങ്കിൽ NaTrium, നാട്രിയം. ഈ നാട്രിയത്തിൽ നിന്ന്, നാട്രിയത്തിന്റെ ആ രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് എന്ത് എഴുതിയത്? സോഡിയത്തിന്റെ പ്രതീകമായ Na വന്നത്. ഓർക്കുക, ചില മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ ചില എലമെന്റ്സുകൾക്ക് അവയുടെ പ്രതീകം അല്ലെങ്കിൽ സിംബൽസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആദ്യം പറഞ്ഞു നമ്മുടെ ഇംഗ്ലീഷ് നാമത്തിൽ നിന്നാണ്, ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ഇങ്ങനെ കുറെ എലമെന്റ്സ്. എന്നാൽ ചില അങ്ങനെയല്ല. എന്താണ്? അവയുടെ ലാറ്റിൻ വേർഡിൽ നിന്നാണ് എടുത്തത്. ലാറ്റിൻ വേർഡ്. ഉദാഹരണമായിട്ട് സോഡിയം. സോഡിയത്തെ മലയാളത്തിൽ സോഡിയം ഇങ്ങനെ എഴുതും, ഇംഗ്ലീഷിൽ SODIUM, സോഡിയം എന്ന് എഴുതും. പക്ഷേ സോഡിയത്തിന്റെ സിമ്പൽ എന്താണ്? Na ആണ്. ഈ Na എങ്ങനെ? ഇംഗ്ലീഷ് വേർഡിൽ നിന്നല്ല, കാരണം യാതൊരു ബന്ധവും ആർക്കില്ല. ഈ Na എന്ന് പറയാൻ പറ്റും സോഡിയത്തിലില്ല. അപ്പോൾ Na എന്ന വാക്ക് സോഡിയത്തിന്റെ ഇംഗ്ലീഷ് വേർഡിൽ നിന്നല്ല. അത് കാരണം വേറെ എന്താണ്? ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലാറ്റിൻ പദം. ഓർക്കുക, ഇംഗ്ലീഷ് പോലെ തന്നെ വേറൊരു പദമാണെന്ത്? ലാറ്റിൻ പദം. ക്ലിയർ ആയല്ലോ? അപ്പൊ ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് സോഡിയത്തിന്റെ സിമ്പലായ Na. ഓർക്കുക, സോഡിയത്തിന്റെ സിമ്പൽ അല്ലെങ്കിൽ ലാറ്റിൻ വേർഡിൽ സോഡിയത്തിന്റെ പേര് നാട്രിയം എന്നാണ്. നാട്രിയം. ഓക്കെ, വേറൊരു ഉദാഹരണം നോക്കാം. എക്സാമ്പിൾ ആയിട്ട് വേറെ ഉദാഹരണം നോക്കാം. വേറെ ഉദാഹരണം പൊട്ടാസ്യം. പൊട്ടാസ്യം, പൊട്ടാസ്യം നമുക്കറിയാം. നമുക്ക് പറയുന്നത് പൊട്ടാസ്യം, നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ? പൊട്ടാസ്യം, പൊട്ടാസ്യം, പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ സിമ്പൽ ഇതൊന്നുമല്ല, വെറും K, ക്യാപിറ്റൽ K. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ എന്താണ്? K, അല്ലെങ്കിൽ പ്രതീകം എന്താണ്? പ്രതീകം അഥവാ സിമ്പൽ എന്താണ്? K, ക്യാപിറ്റൽ K. അതും ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ലാറ്റിൻ വേർഡ് അല്ലെങ്കിൽ ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലാറ്റിൻ നാമത്തിൽ പൊട്ടാസ്യത്തിന് അറിയപ്പെടുന്ന പേരാണ് കാലിയം. എന്താണ്? കാലിയം. മലയാളത്തിൽ നമ്മൾ കാലിയം. കാലിയം എന്നാൽ പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്ന പേരാണ് കാലിയം. ആ കാലിയത്തിൽ നിന്നാണ് ഈ ഒരു ഒറ്റ അക്ഷരം എടുത്തിട്ടുള്ളൂ, K. കാലിയത്തിലെ ആ കാലിയം എന്ന ലാറ്റിൻ വേർഡ്, ഇത് ഇംഗ്ലീഷ്, ഇത് നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷിലാണെങ്കിൽ പോലും ഇതൊരു ലാറ്റിൻ പദമാണെന്ന് ഓർക്കുക. നമ്മളിപ്പോൾ KALIUM നമ്മൾ എഴുതും, ഇംഗ്ലീഷ് തന്നെ എഴുതും, പക്ഷെ ഇത് ലാറ്റിൻ പദമാണ്. ഓക്കെ, ആ ലാറ്റിൻ പദത്തിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തത്? K എന്ന സിമ്പിൾ എടുത്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതാണ് പൊട്ടാസ്യം എന്ത് വന്നത്? നമ്മുടെ എന്ത് വന്നത്? K എന്ന സിമ്പിൾ വന്നത്. ഇനിയുണ്ട് രണ്ടു മൂന്ന് ഉദാഹരണമായിട്ട്. അടുത്ത ഉദാഹരണമായിട്ട് നമുക്കറിയാം ചെമ്പ് അഥവാ കോപ്പർ. ചെമ്പ് അഥവാ കോപ്പർ, നമ്മൾ പറയും ചെമ്പ് എന്ന് പറയും. ചെമ്പ് അഥവാ ഇംഗ്ലീഷിൽ പറയും കോപ്പർ. കോപ്പർ എന്ന് പറയും അല്ലെ. കോപ്പറിന്റെ സിമ്പൽ അഥവാ ചെമ്പിന്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം Cu ആണ്. Cu. Cu വരാൻ കാരണം കോപ്പറിന്റെ ലാറ്റിൻ നാമമായ കുപ്രം. കുപ്രത്തിൽ നിന്നാണ് Cu എന്ന പദം കിട്ടിയത്. കോപ്പറിന്റെ ലാറ്റിൻ പദമായ കുപ്രം, കുപ്രത്തിൽ നിന്നാണ് Cu എന്ന പദം കിട്ടിയത്. അപ്പൊ നമ്മൾ സോഡിയം പഠിച്ചു, പൊട്ടാസ്യം പഠിച്ചു, അടുത്ത ചെമ്പ് പഠിച്ചു അഥവാ കോപ്പർ പഠിച്ചു. ഇനി അടുത്ത സ്വർണ്ണമുണ്ട്. സ്വർണം അഥവാ ഗോൾഡ്. സ്വർണം അഥവാ ഗോൾഡ്, നമുക്കറിയാം സ്വർണം പരിചയമുള്ള ഒരു എലമെന്റ് ആണ് നമുക്ക് സ്വർണം അഥവാ ഗോൾഡ് എന്ന് പറയും. നമ്മൾ സ്വർണ്ണം ഒരു എലമെന്റ് ആണ്, ഒരു മെറ്റലാണ്, ലോഹമാണ്, നമുക്കറിയാം സ്വർണം അഥവാ ഗോൾഡ്. ഗോൾഡിന്റെ സിമ്പൽ AU എന്നാണ്. AU. ഗോൾഡിന്റെ സിമ്പൽ എന്താണ്? A, ക്യാപിറ്റൽ A, സ്മാൾ ലെറ്റർ U. ഓർക്കുക, രണ്ടക്ഷരം ഉണ്ടെങ്കിൽ നിയമം പാലിക്കേണ്ടത് ആദ്യ അക്ഷരം എല്ലായ്പ്പോഴും ക്യാപിറ്റലും രണ്ടാമത്തെ അക്ഷരം എല്ലായ്പ്പോഴും സ്മാൾ ലെറ്റർ ആയിരിക്കണം.
അതാണ് നിയമം, അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ AU എന്ന് വെച്ചാൽ അറം, AURUM, അറം എന്നാണ് ലാറ്റിൻ വേർഡിൽ, ലാറ്റിൻ പദത്തിൽ ആരറിയപ്പെടുന്നത്? സ്വർണത്തെ അറിയപ്പെടുന്നത് അറം എന്നാണ്, അറം. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സ്വർണത്തിന് എന്തോന്ന് AU എന്ന പേര് വന്നത്, എന്ന സിമ്പൽ വന്നത്, അല്ലെങ്കിൽ പ്രതീകം വന്നത്. സ്വർണ്ണ അഥവാ ഗോൾഡിന്റെ പ്രതീകം എന്താണ്? AU. ഓക്കെ, അതാണ് എന്ത്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് വേർഡിന്റെ കുറേ കാര്യം പറഞ്ഞായിരുന്നു. അടുത്തത് ലാറ്റിൻ വേർഡിന്റെ, ഉദാഹരണമായിട്ട് സോഡിയം, പൊട്ടാസ്യം, കോപ്പർ അഥവാ ചെമ്പ്, ഇപ്പം സ്വർണം അഥവാ ഗോൾഡ്. പിന്നെ വെള്ളിയുണ്ട്, വെള്ളിയുണ്ട് AG ഉണ്ട്, അർജന്റീന എന്നൊക്കെ പറയും, അർജന്റീന. ഓക്കെ, AG എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ചെയ്തു. പിന്നെ അയൺ, ഉദാഹരണമായിട്ട് അയൺ നമ്മുടെ ഇരുമ്പ്, നമുക്കറിയാം ഇരുമ്പിന്റെ കേസ് നോക്കാം. നമുക്കറിയാം ഇരുമ്പ് എന്ന മൂലകം, ഇരുമ്പ് അഥവാ അയൺ, ഇരുമ്പിന്റെ സിമ്പൽ Fe ആണ്, Fe, ഇരുമ്പ് Fe ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയാം അയൺ എന്ന് വിളിക്കും, അയൺ. കാരണം അയൺ എന്ന വാക്ക് അല്ലെങ്കിൽ ഈ ഇരുമ്പിന്റെ ലാറ്റിൻ വേർഡ് ഫെറം എന്ന ലാറ്റിൻ വേർഡാണ് ഇരുമ്പിനുള്ളത്. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഫെറം എന്ന് എഴുതും, ഫെറം. ഈ ഫെറം എവിടുന്നാണ് കിട്ടിയത്? ലാറ്റിൻ പദമാണ്, ഇരുമ്പിന്റെ ലാറ്റിൻ പദമാണ് ഫെറം. ആ ഫെറത്തിൽ നിന്നാണ് നമുക്ക് ഇരുമ്പിന്റെ സിമ്പലായ Fe വന്നത്. ഓക്കെ, അപ്പൊ അതാണ് എങ്ങനെയാണ് ഇത് ലാറ്റിൻ പദത്തിൽ. ഓർക്കുക, ഈ മൂലകങ്ങളുടെ പ്രതീകം എന്തിനൊക്കെ വരുന്നുണ്ട്? സിമ്പലിൽ വരുന്നു. ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ ലാറ്റിൻ പദത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് എടുത്ത സിമ്പൽ ഉദാഹരണമാണ് ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, കാൽസ്യം, മഗ്നീഷ്യം, പിന്നെ അതുപോലെ തന്നെ ക്ലോറിൻ, സൾഫർ, ഫോസ്ഫറസ്, അങ്ങനെ കുറെ, ഫ്ലൂറിൻ, അങ്ങനെ കുറെ എലമെന്റുകൾ. വേറെ കാര്യം ഓർക്കുക, ചില എലമെന്റുകൾക്ക് ഒറ്റ സിമ്പലേ കാണത്തുള്ളൂ, ചില എലമെന്റുകൾക്ക് രണ്ട് സിമ്പൽ, ഒരു സിമ്പൽ രണ്ട് അക്ഷരങ്ങൾ കാണപ്പെടും, രണ്ട് അക്ഷരങ്ങൾ. ഒറ്റ സിമ്പൽ ആണെങ്കിൽ എല്ലായ്പ്പോഴും എന്തായാലും ഒറ്റ ആണെങ്കിലും ഇതാണെങ്കിലും ആദ്യത്തെ സിമ്പൽ അല്ലെങ്കിൽ ആദ്യ സിമ്പൽ എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി രണ്ട് സിമ്പൽ ഉണ്ടെങ്കിൽ ആദ്യ സിമ്പൽ എല്ലായ്പ്പോഴും ക്യാപിറ്റൽ, രണ്ടാം സിമ്പൽ എല്ലായ്പ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഒരു മൂലകത്തിന്റെ പ്രതീകം എഴുതാൻ നേരത്ത് ആദ്യത്തെ സിമ്പൽ രണ്ടക്ഷരം ഉണ്ടെങ്കിൽ, എല്ലാ ഒറ്റക്ഷരമായാലും രണ്ടക്ഷരമായാലും ആദ്യ സിമ്പൽ എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. രണ്ടാമത്തെ അക്ഷരം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അക്ഷരം എല്ലായ്പ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ചെറിയ അക്ഷരമായിരിക്കണം. ഓക്കെ, അതാണ് നിയമം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ചില മൂലകങ്ങൾക്ക് എന്താണ് ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേരുകൾ വന്നത്. ഉദാഹരണമായിട്ട് സോഡിയത്തിന്റെ സിമ്പൽ Na എങ്ങനെ വന്നു? നാട്രിയം എന്ന ലാറ്റിൻ നാമമാണ് സോഡിയത്തിൻ്റെത്. അതായത് പൊട്ടാസ്യം, കാലിയം എന്നാണ് അതിന്റെ ലാറ്റിൻ K വന്നു. അടുത്തത് പിന്നെ അറം, ഗോൾഡ് എന്ന് പറഞ്ഞാൽ അറമാണ് സ്വർണത്തിന്റെ ലാറ്റിൻ വേർഡ്. ആ ഇരുമ്പ്, ഫെറമാണ് ഇരുമ്പിന്റെ ലാറ്റിൻ വേർഡ്. അടുത്ത കോപ്പർ, കുപ്രമാണ് എന്താണ് നമ്മുടെ ചെമ്പിന്റെ അല്ലെങ്കിൽ കോപ്പറിന്റെ ലാറ്റിൻ വേർഡ്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. അടുത്ത നോക്കാം ആറ്റവും തന്മാത്രയും തമ്മിലുള്ള ഡിഫറൻസ്. ആറ്റം, തന്മാത്രയും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ. ആറ്റവും തന്മാത്രയും തമ്മിലുള്ള ഡിഫറൻസ്. ആറ്റവും തന്മാത്രയും. ഒരു മൂലകം എടുത്താൽ അതിന്റെ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ ക്യാരക്ടർ കാണിക്കുന്ന ഏറ്റവും ചെറിയ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ആണ് എന്ത്? ആറ്റം. ഏത് എലമെന്റ് എടുത്താൽ ഹൈഡ്രജൻ എലമെന്റ് എടുത്താൽ അതിന്റെ സ്വഭാവം കാണിക്കുന്ന, ഹൈഡ്രജന്റെ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഹൈഡ്രജന്റെ ആറ്റം എന്ന് പറയുന്നത്. അതേസമയം തന്മാത്രയാകുമ്പോൾ അങ്ങനെയല്ല. സ്വതന്ത്രമായിട്ടും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടും സ്ഥിരമായിട്ടും സ്റ്റേബിൾ ആയിട്ടും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ വിളിക്കുന്ന പേരാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ. എന്താണ്? സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടും അതുപോലെ സ്റ്റേബിൾ ആയിട്ടും സ്വതന്ത്രമായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും, സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ സ്റ്റേബിൾ, സ്ഥിരതയുള്ളതുമായി നിൽക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. സ്റ്റേബിളായി നിൽക്കുന്ന ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയാം. രണ്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ തന്നെ എടുക്കാം. ഹൈഡ്രജൻ എടുക്കാം. ഹൈഡ്രജൻ എന്ന വസ്തു എടുക്കാം. ഹൈഡ്രജന്റെ ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്. എന്നാൽ ഹൈഡ്രജന്റെ ഏറ്റവും ചെറിയ തന്മാത്ര H2 എന്ന് പറയും. കാരണം ഹൈഡ്രജൻ തന്മാത്ര H2 എന്ന് പറയുന്നുണ്ട്, ഹൈഡ്രജന്റെ ആറ്റം H എന്ന് പറയുന്നു, വെറും H എന്ന് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ഹൈഡ്രജന്റെ തന്മാത്ര എങ്ങനെ ഫോം ചെയ്തു, എങ്ങനെ ഉണ്ടായത്? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കൂടി ചേർന്നാണ് ഈ കാണിച്ചിരിക്കുന്ന H2 ഉണ്ടായത്.
രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടായത്? H2 ഉണ്ടായത്. ഹൈഡ്രജൻ തന്മാത്ര അഥവാ മോളിക്യൂൾ. ഇതൊരു മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ തന്മാത്രയാണ്. തന്മാത്ര അഥവാ മോളിക്യൂൾ ആണ്. ഇതാണെങ്കിലോ ആറ്റമാണ്, ഹൈഡ്രജന്റെ ആറ്റമാണ്. ഇതിന് സ്റ്റെബിലിറ്റി ഇല്ല. ഹൈഡ്രജൻ ഒരിക്കലും ആറ്റമായിട്ട് നിൽക്കത്തില്ല. എല്ലായ്പ്പോഴും അത് എന്തായിട്ട് നിൽക്കത്തുള്ളൂ? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഒരു തന്മാത്ര അഥവാ മോളിക്യൂൾ ആയിട്ടേ നിൽക്കത്തുള്ളൂ. ആര്? ഹൈഡ്രജൻ. പക്ഷേ ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ ഇതൊരു എലമെന്റ് അല്ല, ഇതാണ് എലമെന്റ്. അതിന്റെ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏത്? ഹൈഡ്രജൻ ആറ്റം. ഇതാണ് ഹൈഡ്രജൻ. ഇത് നമ്മൾ കാണപ്പെടുന്ന ഹൈഡ്രജൻ വാതകം എന്ന് പറയും. ഹൈഡ്രജൻ വാതകം, ഹൈഡ്രജൻ ഗ്യാസ്. അന്തരീക്ഷത്തിലും പ്രപഞ്ചത്തിലും കാണപ്പെടുന്ന ഹൈഡ്രജൻ ഗ്യാസ് ഇതാണ്. ഹൈഡ്രജൻ വാതകമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ അതിന്റെ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഹൈഡ്രജൻ ആറ്റമാണ്. പക്ഷേ ഇത് എന്തില്ല? സ്റ്റെബിലിറ്റി ഇല്ല, അതിന് സ്ഥിരതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹൈഡ്രജൻ തന്മാത്രയായിട്ട് നിൽക്കും. ഇത് സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടും, സ്വതന്ത്രമായിട്ട് കാണപ്പെടും. നമുക്കറിയാം ഹൈഡ്രജൻ വാതകം പ്രപഞ്ചത്തിൽ ഇഷ്ടം പോലെ കാണപ്പെടുന്നു. ഭൂമിയിലും അല്ലെങ്കിൽ ഭൂമിയിലുണ്ട്, സൂര്യനിലുണ്ട്. അതൊക്കെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുകയാണ്, ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. പക്ഷെ ഹൈഡ്രജൻ ആറ്റമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ഹൈഡ്രജൻ ആറ്റമായിട്ട് അത് പദാർത്ഥത്തിന് ഉള്ളിലേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കത്തുള്ളൂ. ഹൈഡ്രജൻ ആറ്റമായിട്ട് ഒരിക്കലും ഇവിടെ കാണത്തില്ല. അപ്പൊ ഹൈഡ്രജൻ വാതകം എടുത്താൽ അത് വാതകത്തിൽ എങ്ങനെ ഇരിക്കും? തന്മാത്രയായിട്ട് നിൽക്കത്തുള്ളൂ, ഒരിക്കലും ആറ്റമായിട്ട് നിൽക്കത്തില്ല. ഹൈഡ്രജൻ വാതകം എടുത്ത ഹൈഡ്രജൻ ഗ്യാസ്, നമുക്കറിയാം ഹൈഡ്രജൻ ഗ്യാസ് ബലൂൺ. ഹൈഡ്രജൻ ബലൂൺ കേട്ടിട്ടുണ്ടോ? ഹൈഡ്രജൻ ബലൂൺ ഉത്സവപ്പറമ്പിൽ കാണും. ഹൈഡ്രജൻ ബലൂൺ, നമ്മൾ ബലൂൺ നിറച്ചത് മോളിൽ പറന്നു പോകും, ശരിയല്ലേ? ആ ഹൈഡ്രജൻ ഗ്യാസിൽ അതിൽ ബലൂണിൽ നിറയ്ക്കുന്ന വാതകത്തിലുള്ള ഹൈഡ്രജൻ ഏത് രൂപത്തിലാണ്? തന്മാത്രാ രൂപത്തിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ആറ്റത്തിന്റെ രൂപത്തിലല്ല, അല്ലെങ്കിൽ മോളിക്യൂളിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ തന്മാത്രാ രൂപത്തിലാണ് നമ്മൾ ബലൂൺ നിറയ്ക്കുന്ന ഹൈഡ്രജൻ വാതകം കാണപ്പെടുന്നത്. അതേസമയം ആറ്റത്തിന്റെ രൂപത്തിലല്ല. അതിന് കാരണം ഇതിന് സ്റ്റെബിലിറ്റി ഇല്ല. ഇതിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് H2 ആയിട്ട് മാറും. എന്താണ് സ്റ്റെബിലിറ്റി എന്ന് നമ്മൾ പഠിക്കും. എന്താണ്? ഓക്കെ, ഇപ്പൊ ഓർക്കുക, ഇതൊരു മോളിക്യൂൾ തന്മാത്രയാണ്. ഇതെന്താണ്? ഒരു ആറ്റമാണ്, ശരിയല്ലേ? ഇത് തന്മാത്ര, ഇത് ആറ്റമാണ്. തന്മാത്രയ്ക്ക് സ്വതന്ത്രാവസ്ഥയാണ്, ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ തന്നെ സ്ഥിരമായ സ്റ്റെബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരതയുണ്ട്. പക്ഷെ ആറ്റത്തിനാണെങ്കിൽ അങ്ങനെ ചില ആറ്റത്തിന് സ്ഥിരതയില്ല. ഓർക്കുക, ഒരു മൂലകത്തിന്റെ, ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറിയ കണികയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതേസമയം തന്മാത്രയാകുമ്പോൾ അങ്ങനെയല്ല. അതെന്താണ്? സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടും, ഇൻഡിപെൻഡന്റ് ആണ്. സ്വതന്ത്രാവസ്ഥയിലും സ്ഥിരതയുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ആര്? തന്മാത്ര. അതാണ് ആറ്റവും തന്മാത്രയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി തന്മാത്രകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം. തന്മാത്രയെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, ഏക അറ്റോമിക തന്മാത്ര, അല്ലെങ്കിൽ മോണോ അറ്റോമിക് മോളിക്യൂൾ. മോണോ അറ്റോമിക് മോളിക്യൂൾ. ദ്വയ അറ്റോമിക് തന്മാത്ര, അല്ലെങ്കിൽ ഡൈ അറ്റോമിക് മോളിക്യൂൾ. ബഹു അറ്റോമിക് തന്മാത്ര, അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾ. എന്താണ് തന്മാത്ര? നമ്മൾ ആറ്റത്തല്ല വിട്ടത്, അവിടെ തന്മാത്ര പറ്റി കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. തന്മാത്രകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മോളിക്യൂൾസിനെ മെയിൻലി ക്ലാസിഫൈഡ് ആസ് 3 കാറ്റഗറീസ്. ഏതൊക്കെ? ഏക അറ്റോമിക് തന്മാത്ര അഥവാ മോണോ അറ്റോമിക് മോളിക്യൂൾ, ദ്വയ അറ്റോമിക് തന്മാത്ര അഥവാ ഡൈ അറ്റോമിക് മോളിക്യൂൾ, ബഹു അറ്റോമിക് തന്മാത്ര അഥവാ പോളി അറ്റോമിക് മോളിക്യൂൾ. ഇനി എന്താണ് ഏക അറ്റോമിക് എന്ന് നോക്കാം. നമുക്കറിയാം ഏകോ എന്ന് വെച്ചാൽ എത്രയാണ്? 1, ശരിയല്ലേ? നമുക്കറിയാം നമ്മുടെ ചില മൂലകങ്ങളുണ്ട്. നമ്മുടെ ഭൂമിയിൽ തന്നെ വളരെ അപൂർവമായി കാണപ്പെടുന്ന ചില മൂലകങ്ങളുണ്ട്. വളരെ അപൂർവമായി കാണപ്പെടുന്ന ചില മൂലകങ്ങൾ ഭൂമിയിലുണ്ട്. ഉദാഹരണമായിട്ട് ഹീലിയം, ആർഗൺ,
നിയോൺ തുടങ്ങിയ വാതകങ്ങൾ, ഇതെല്ലാം വാതകാവസ്ഥയിലാണ്. ഹീലിയം എന്നും ആർഗൺ എന്നും നിയോൺ എന്നും അറിയപ്പെടുന്ന ചില വാതകങ്ങൾ. ഹീലിയത്തിന്റെ പ്രതീകം അഥവാ സിമ്പൽ ഇതാണ്, HE ആണ്, HE. ആർഗണിന്റെ സിമ്പൽ AR ആണ്, AR. നിയോണിന്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം NE ആണ്, നിയോൺ. ഈ പറഞ്ഞ ഇതെല്ലാം വാതകങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. വളരെ കുറഞ്ഞ അളവിലേ ഭൂമിയിൽ കാണപ്പെടുന്നുള്ളൂ. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവ തന്മാത്രാ രൂപത്തിലാണ് കാണപ്പെടുന്നത്. പക്ഷേ അവയുടെ തന്മാത്രയിൽ ഒറ്റ ആറ്റമേ കാണത്തുള്ളൂ. അവയുടെ ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ കാണത്തുള്ളൂ. ഒരാറ്റങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഹൈഡ്രജന്റെ തന്മാത്രയിൽ 2 ആറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തന്മാത്ര ഉണ്ടാകും. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ, കൂടി ചേരുമ്പോൾ ഹൈഡ്രജന്റെ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു തന്മാത്ര ഉണ്ടാകും. അപ്പോൾ അതിൽ നോക്കി, അതിൽ എത്ര ആറ്റം ഉണ്ട്? 2 ആൾക്കാരുണ്ട്, ഒരേപോലെ 2 ആൾക്കാർ. 2 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ. ശരിയല്ലേ? 2 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവയിൽ ആര് മാത്രമേ ഉള്ളൂ? ഒരാൾ മാത്രം. ഒരു തന്മാത്ര എടുത്താൽ അതിൽ ആര് മാത്രമേ കാണത്തുള്ളൂ? അവയുടെ ഒരാറ്റം മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു ഹീലിയം തന്മാത്ര എടുത്താൽ അതിൽ എത്ര ഹീലിയം ആറ്റം കാണും? ഒരു ഹീലിയം ആറ്റം. അതുപോലെ ഒരു ആർഗൺ തന്മാത്ര എടുത്താൽ, അല്ലെങ്കിൽ ആർഗൺ മോളിക്യൂൾ എടുത്താൽ അതിൽ ഒരു നമ്പർ ഓഫ് ആറ്റം ആരെ കാണത്തുള്ളൂ? ആർഗൺ കാണത്തുള്ളൂ. അതുപോലെ ഒരു നിയോൺ മോളിക്യൂൾ എടുത്താൽ തന്മാത്ര എടുത്താൽ അതിൽ നിയോണിന്റെ ഒറ്റ ആറ്റമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവയെ വിളിക്കുന്ന പേരാണ് ഏക അറ്റോമിക് തന്മാത്ര. കാരണം ഇവയ്ക്ക് സ്ഥിരത വളരെ കൂടുതലാണ്. വളരെ സ്ഥിരത കൂടുതലായതുകൊണ്ട് ഇവ വേറെ ആരുമായിട്ടും കൂടിച്ചേരത്തില്ല. അതുകൊണ്ടാണ് ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്. ഈ മൂലകങ്ങൾ അല്ലെങ്കിൽ ഈ വാതകമായിട്ടാണ് കാണപ്പെടുന്നത്. ഭൂമിയിൽ വളരെ കുറവാണ്. ഇവയ്ക്ക് സ്ഥിരത ഉള്ളത് കൊണ്ട് വേറെ ആറ്റവുമായിട്ട് കൂടിച്ചേരത്തില്ല. അതുകൊണ്ടാണ് ഇവ ഏക അറ്റോമിക് തന്മാത്രയായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ദ്വയ അറ്റോമിക് തന്മാത്ര. ദ്വയ അറ്റോമിക് തന്മാത്ര ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഹൈഡ്രജൻ ഒരു ദ്വയ അറ്റോമിക് തന്മാത്രയാണ്. കാരണം ഹൈഡ്രജൻ എന്ന മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താണ് ഹൈഡ്രജന്റെ ഒരു തന്മാത്ര ഉണ്ടാകുന്നത്, ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ വേറെ നമുക്ക് പരിചയമുള്ള ഓക്സിജൻ വാതകം. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ വാതകം അല്ലെങ്കിൽ നമ്മളെ വായുവിലുള്ള ഓക്സിജൻ വാതകം എങ്ങനെ കാണപ്പെടുന്നു? തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്. എങ്ങനെ കാണപ്പെടുന്നു? 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഒരു ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നു. 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നു. അതുപോലെ അടുത്ത നൈട്രജൻ. അങ്ങനെ നൈട്രജൻ 2 നൈട്രജൻ കൂടി ചേരുമ്പോൾ 2 നൈട്രജൻ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ എന്തുണ്ടാകും? നൈട്രജൻ തന്മാത്ര ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളവയെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ ദ്വയ അറ്റോമിക് തന്മാത്ര. ഉദാഹരണമായിട്ട് വേറെ ക്ലോറിനുണ്ട്, ക്ലോറിൻ Cl2. ഇതൊക്കെ എന്താണ്? ഡൈ അറ്റോമിക് മോളിക്യൂൾ. H2 എന്ന് എഴുതിയാൽ അർത്ഥമാക്കുക അതിൽ 2 ഹൈഡ്രജൻ ആറ്റം. O2 എന്ന് എഴുതിയാൽ അർത്ഥമാക്കുക 2 ഓക്സിജൻ ആറ്റം. പക്ഷേ ഇതിന്റെ മോളിക്യൂൾ എത്ര? ഒന്നേ ഉള്ളൂ. ഒരു മോളിക്യൂൾ, ഒരു തന്മാത്രയിൽ 2 ഓക്സിജൻ ആറ്റം അർത്ഥം. അതുപോലെ ഒരു നൈട്രജൻ തന്മാത്രയിൽ 2 നൈട്രജൻ ആറ്റം. ഒരു ക്ലോറിൻ തന്മാത്രയിൽ 2 ക്ലോറിൻ ആറ്റം. ഇതാണ് അതിന്റെ കണക്ക്. ഇതാണ് ദ്വയ അറ്റോമിക് എന്നോ അല്ലെങ്കിൽ ഡൈ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പോളി അറ്റോമിക് മോളിക്യൂൾ. പോളി അല്ലെങ്കിൽ ബഹു അറ്റോമിക് മോളിക്യൂൾ, ബഹു അറ്റോമിക തന്മാത്ര അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾ. പോളി എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ തന്മാത്ര ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താണ് ഒരു തന്മാത്ര ഉണ്ടാകുന്നുവെങ്കിൽ, 2ൽ കൂടുതൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താണ് ഒരു തന്മാത്ര ഉണ്ടാകുന്നുവെങ്കിൽ ആ തന്മാത്രകൾ വിളിക്കുന്ന പേരാണ് പോളി അറ്റോമിക് തന്മാത്രകൾ.
ഉദാഹരണമായിട്ട് ഫോസ്ഫറസ്. ഫോസ്ഫറസ് 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 ഫോസ്ഫറസിന്റെ ഒരു തന്മാത്ര ഉണ്ടാകണമെങ്കിൽ 4 ഫോസ്ഫറസ് ആറ്റം, ഫോസ്ഫറസിന്റെ സിമ്പൽ പി ആണ്, അതുപോലെ ഒരേപോലെയുള്ള 4 ഫോസ്ഫറസ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ P4 എന്ന് എഴുതും. P4 ഒരേപോലെയുള്ള 4 പി എന്ന് വെച്ചാൽ ഫോസ്ഫറസ് കമ്പൈൻ ചെയ്യുമ്പോൾ P4 1 2 3 4 P4 4 ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു തന്മാത്ര ഫോസ്ഫറസ് ഉണ്ടാകും. ഒരു തന്മാത്ര ഫോസ്ഫറസിൽ എത്ര ആറ്റങ്ങളുണ്ട്? 4 ആറ്റങ്ങളുണ്ട്. അതുപോലെ വേറൊരു ഉദാഹരണമാണ് സൾഫർ. സൾഫർ സൾഫർ അത് എന്താണ്? ഇതെല്ലാം ഏറ്റവും സൾഫറിന്റെ ഇത് നോക്കാം. സൾഫർ എന്ന് വെച്ചാൽ എസ്, സൾഫർ. സൾഫറിന്റെ 1 2 അല്ല, 1 2 3 4 5 6 7 8 തന്മാത്ര ആറ്റങ്ങൾ കൂടി ചേരുമ്പോഴാണ് സൾഫറിന്റെ ഒരു തന്മാത്ര ഉണ്ടാകുന്നത്. 8 ആറ്റങ്ങൾ, സൾഫർ ആറ്റങ്ങൾ 1 2 3 4 5 6 7 8 അല്ലെങ്കിൽ 8 സൾഫർ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ എന്താണ് 1 സൾഫർ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു സൾഫർ തന്മാത്ര ഉണ്ടാകും. ഈ S8 എന്ന് വെച്ചാൽ 1 സൾഫർ മോളിക്യൂൾ നടക്കുക. ഒരു സൾഫർ മോളിക്യൂൾ ആണ്. അതിൽ എത്ര ആറ്റങ്ങളുണ്ട്? 8 പേരുണ്ട്. 8 പേര്. നേരത്തെ പറഞ്ഞത് ഫോസ്ഫറസിൻ്റെത് 4 ഫോസ്ഫറസ് ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു മോളിക്യൂൾ എന്തുണ്ടാകും? ഫോസ്ഫറസ് ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ 8 ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ, സൾഫർ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരു മോളിക്യൂൾ സൾഫർ ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് പോളി അറ്റോമിക്കും ഡൈ അറ്റോമിക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഉദാഹരണമായിട്ട് ചില ഉദാഹരണം നോക്കാം. ഞാൻ ഒരു പദാർത്ഥം, സബ്സ്റ്റൻസ് ഒക്കെ എഴുതാം. പദാർത്ഥം, സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥം. ഒരു ടേബിൾ നോക്കാം. തന്മാത്രകളുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം. അത് നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. ആറ്റങ്ങളുടെ എണ്ണം. ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ഒരു പദാർത്ഥം ഓക്സിജൻ, വാതകം എടുക്കുന്നു. O2 എന്ന് എഴുതുന്ന അർത്ഥം, O2 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഒരു തന്മാത്ര ഓക്സിജൻ എന്നർത്ഥം. ഒരു മോളിക്യൂൾ ഓക്സിജൻ അർത്ഥം. Therefore തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയായിരിക്കും? 1. ശരിയല്ലേ? O2 എന്ന് എഴുതിയാൽ എന്തർത്ഥം? ഒരു തന്മാത്ര ഓക്സിജൻ. Therefore ഇവിടെ എന്തായിരിക്കും? O2 മീൻസ് തന്മാത്ര എണ്ണം 1. എന്നാൽ ആറ്റങ്ങൾ എത്രയായിരിക്കും? എത്ര പേരുണ്ട്? അവിടെ നോക്കിയാൽ മതി. 2 ആറ്റങ്ങൾ. ശരിയല്ലേ? 2 ആറ്റങ്ങൾ. ശരിയല്ലേ? എങ്കിൽ ഞാൻ ഇതാ ഇങ്ങനെ എഴുതുന്നു, 2O2 എന്ന് എഴുതുന്നു. 2O2 വ്യത്യാസം നോക്കിയേ. ആദ്യം എഴുതിയത് O2 ആയിരുന്നു. രണ്ടാമത് എന്ത് എഴുതി? 2O2 എന്ന് എഴുതുന്നു. 2O2 എന്ന് എഴുതിയപ്പോൾ തന്മാത്രകളുടെ എണ്ണം എത്ര? 1 ആയിരുന്നു. എങ്കിൽ ഇപ്പുറ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഞാൻ 2 ഇട്ടു. അതിനർത്ഥം എന്താണ്? 2O2 എന്നർത്ഥം. അതായത് 2 തന്മാത്ര എന്നർത്ഥം. വേറൊരു കാര്യം ഓർക്കുക, ഇവിടെ നമ്മൾ 1 എന്നാണ് എഴുതേണ്ടത്. സാധാരണ എഴുതേണ്ട 1 എഴുതേണ്ടത്. 1 ആയതുകൊണ്ട് നമ്മളിവിടെ എഴുതുന്നേ ഉള്ളൂ. ഈ O2 എന്ന് വെച്ചാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇടതുവശത്ത് എന്തുണ്ട്? 1 ഉണ്ടെന്ന് ഓർക്കുക. H2 ആയാലും ശരി തന്നെ, അതിന്റെ ഇടതുവശത്ത് ഉണ്ടായിരിക്കും 1 ഉണ്ടായിരിക്കും. 1 ആയതുകൊണ്ട് നമ്മൾ എഴുതാറില്ല. അതേസമയം ക്ലോറിൻ ആണെന്ന് കരുതുക, Cl2 അതിന്റെ ഇടതുവശത്ത് എന്തായിരിക്കും? 1 കാണും. 1 അല്ലാതെ ബാക്കിയുള്ള എല്ലാ സംഖ്യയും നമ്മൾ ഇടതുവശത്ത് എഴുതും. 2ഓ 3ഓ 4ഓ എല്ലാം ഇവിടെ എഴുതും. 1 ആയതുകൊണ്ട് നമ്മൾ എഴുതാറില്ല. അതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് O2. അതിനർത്ഥം ഇടതുവശത്ത് 1 ഉണ്ട്. ഈ സംഖ്യയാണ് തന്മാത്രകളുടെ എണ്ണം കാണിക്കുന്നത്. ഇവിടെയുള്ള സംഖ്യ, ഇവിടെയുള്ള ഇടതുവശത്ത് സംഖ്യയാണ് എത്ര തന്മാത്ര ഉണ്ടെന്ന് കാണിക്കുന്നത്. നോക്കാം, ഇവിടെ നോക്കിയേ 2O2 ഉണ്ടെന്ന് എഴുതി. അപ്പൊ നോക്കിയേ, ഇവിടെ ആദ്യം ഇവിടെ ഒരു O2 1 ആണെന്ന് ഓർക്കുക. അപ്പൊ ഒരു തന്മാത്ര.
ഇവിടെ 2 എഴുതിയപ്പോൾ എത്ര തന്മാത്ര ആയിരിക്കും? 2 തന്മാത്ര. ശരിയല്ലേ? 2 തന്മാത്ര കിട്ടി. കാരണം ഇത് എങ്ങനെ കിട്ടി? ഇവിടെയുള്ള 2 സംഖ്യ. തന്മാത്രകളുടെ എണ്ണം എഴുതുന്ന സംഖ്യ എല്ലായ്പ്പോഴും ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം. ഒരു തന്മാത്ര O2 അല്ലെങ്കിൽ ഒരു തന്മാത്ര ഓക്സിജനിൽ 2 ആറ്റങ്ങളുണ്ട്. 2 ആറ്റങ്ങൾ. ഒരു തന്മാത്ര ഓക്സിജനിൽ 2 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 2 തന്മാത്ര ഓക്സിജൻ എത്ര ആക്കാൻ കാണും? ഇത് തമ്മിൽ ഗുണിക്കുക. 2 ഗുണം 2 മൾട്ടിപ്പിൾ ചെയ്യുക. എത്ര? 4. ശരിയല്ലേ? 4 കിട്ടും. ശരിയല്ലേ? 4 കിട്ടും. ഓക്കെ, എങ്കിൽ വേറെ ഉദാഹരണം നോക്കിയേ. 2N2 നൈട്രജൻ എത്ര തന്മാത്രയുണ്ട്? ഇവിടെ നോക്കുക. തന്മാത്രകളുടെ എണ്ണം ലെഫ്റ്റ് സൈഡിലാണ്, ഇടതുവശത്ത് 2. therefore 2. എത്ര ആറ്റങ്ങളുണ്ട്? ഇവിടെ നോക്ക്. ഒരു തന്മാത്ര നൈട്രജൻ ഉണ്ടാകണമെങ്കിൽ ഒരു തന്മാത്ര നൈട്രജൻ ഉണ്ടാകണമെങ്കിൽ 2 പേര് വേണം. എങ്കിൽ എത്ര ആയിരിക്കും? 2 പേർ ഉണ്ടാകും. എത്ര വരും? പഴയ പോലെ 4 ആറ്റങ്ങൾ. ഇത് ആറ്റങ്ങളുടെ എണ്ണമാണ്. അങ്ങേറ്റം എഴുതിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം, ഇത് തന്മാത്രകളുടെ എണ്ണം. ഒരു തന്മാത്ര ഓക്സിജൻ ഉണ്ടാകണമെങ്കിൽ 2 ആറ്റങ്ങൾ വേണം. 2 ആറ്റങ്ങൾ കണ്ടോ? അതുപോലെ 2 തന്മാത്ര ഓക്സിജൻ ഉണ്ടാകണമെങ്കിൽ 2 ഗുണം 2 4 ആറ്റങ്ങൾ. അതുപോലെ 2 നൈട്രജൻ തന്മാത്ര ഉണ്ടാകണമെങ്കിൽ 2 ഗുണം 2 4 ആറ്റങ്ങൾ. ശരിയല്ലേ? വേറെ ഉദാഹരണം നോക്കിയേ. 6 ക്ലോറിൻ തന്മാത്ര കണ്ട. 6Cl2. അപ്പൊ നോക്കി എത്ര തന്മാത്ര ഉണ്ടായിരിക്കും? തന്മാത്രകളുടെ എണ്ണം 6, 6. ശരിയല്ലേ? ആറ്റങ്ങൾ എത്ര? 6 × 2 മൾട്ടിപ്പിൾ ചെയ്യുക. എത്ര? ടോട്ടൽ 12 ആറ്റംസ്. ഒരാൾ ഫോം ചെയ്യണമെങ്കിൽ, ഒരു ക്ലോറിൻ തന്മാത്ര ഉണ്ടാകണമെങ്കിൽ 2 ആറ്റങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ 6 ക്ലോറിൻ തന്മാത്ര ഉണ്ടാകണമെങ്കിൽ 6 ഗുണം 2 എത്ര? 12 ആറ്റം. 12 ആറ്റം. ഇത് എഴുതിയിരിക്കുന്ന എല്ലാ ആറ്റങ്ങളുടെ എണ്ണം. ഇതെന്താണ്? തന്മാത്രകളുടെ എണ്ണം. ക്ലിയർ ആയല്ലോ?